ഇതിലായി. ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന് പുറകെ എന്താ ഇരിക്കുന്നതെന്ന് അറിയില്ല. എൻ്റെ എല്ലാ കാര്യവും പോലീസിൽ ഏൽപ്പിച്ചു. പാർട്ടിയെ വെല്ലുവിളിച്ച് പോകാന്നൊക്കെ പറയുന്നത് അത് പുള്ളിക്ക് എങ്ങനെ ഔദ്യോഗിക ചുമതല നീങ്ങുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പുള്ളിയുടെ പശ്ചാത്തലമൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് തങ്ങളെ യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റൊക്കെയാണ്. അങ്ങനെയുള്ള ഒരാളെ ഇപ്പോഴും സാധാരണ പ്രവർത്തകൻ പോലും അല്ല. അല്ല, നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ. ഇപ്പോൾ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ പല തരത്തിൽ ബന്ധമുണ്ടാവും. അപ്പോൾ ഔദ്യോഗികമാവണമെന്നില്ല, അനൗദ്യോഗികം പറ്റും. എന്താണ് ഈ ഭീഷണിക്ക് കാരണം എന്താണെന്ന് കരുതുന്നത്? കാരണം എന്താണെന്ന് മൂപ്പര് വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റും. ആരെങ്കിലും പ്രേരണ വേദനയായതുകൊണ്ടാണോ പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചത്? ഇപ്പോൾ നിങ്ങളൊരാളെ വിളിച്ച് വധിക്കും അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ, ഗവൺമെൻറ്, പോലീസ് ലെവലിൽ ചെയ്യാൻ പറ്റും. പരാതിയുമായി മുന്നോട്ട് പോകും. പരാതി കൊടുത്തു. സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതായിരിക്കും, ഞാനും ചെയ്യും. ഇതിന് പുറകിൽ ആരുടെങ്കിലും പ്രേരണ ഉണ്ടെന്നാണോ പറയുന്നത്? അതൊക്കെ പോലീസ് അന്വേഷിക്കുക, അത് നമ്മൾ പണിയല്ലല്ലോ. ഈ തങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്ക് പ്രസംഗത്തിൽ പരിപാടിയിലെ പരാമർശം തന്നെ എടുത്തു. അത് എന്തെങ്കിലും ബാധിക്കുന്നു തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം അത് അയാളെ വോയിസ് കേട്ടാണ് കേട്ടോ. അയാളെ 2 വോയിസിലും പറയുന്ന സംഭവം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പാണക്കാട് കുടുംബത്തിന് ഒരു പ്രശംസിച്ചുകൊണ്ട് നേതാക്കളെ ഇങ്ങനെ വല്ലാതെ വരുന്ന സമയത്ത് അതിനെതിരെ ഞങ്ങളെ ഒരു പരിപാടിയിൽ അതിനെതിരെയല്ല. പാണക്കാട് കുടുംബം ഇപ്പോൾ MSS കൊടുത്ത് വളരെ ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ടാണ് അന്ന് ഇവിടെ നടന്നത്, സ്റ്റേറ്റ് കമ്മിറ്റി. അത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നേതാക്കന്മാർ കുറച്ചൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റീഷ്യൻസ് ആകുമ്പോൾ അതിൻ്റെ ഒരു പദ്ധതിയോടുകൂടി ഒരു ഡിസ്ട്രിക്റ്റുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാണ് വേണ്ടത്. നമ്മൾ കൂടുതൽ എല്ലാവരും സമസ്തയാണെങ്കിലും ലീഗാണെങ്കിലും ഒരുമിച്ച് പോകണം. എന്നാലാണ് ഇതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഈ അന്ന് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ അതിന് യോജിക്കുന്നതല്ല എന്നതാണോ? അപ്പം സമസ്ത അതിന് യഥാർത്ഥത്തിലൊരു വിഷയമൊന്നുമില്ല. വളരെ ഊഷ്മളമായിട്ട് ആ ബഹുമാന കാര്യമൊക്കെ ഇപ്പോഴും അതുപോലെ എല്ലാവരും കൊണ്ടെടുക്കുന്നു. പിന്നെ ആരാണ് ഇതിൽ എല്ലാവരും ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്? ഈ ഭിന്നത സൃഷ്ടിക്കുന്നത് ആരാണ്? അപ്പോൾ ഭിന്നത ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓരോരുത്തർ വിടുന്നതാണ്, അല്ലാണ്ട് നേതാക്കളൊന്നും ഉള്ള പ്രചാരണമാണ്. അല്ലാതെ അതിനൊന്നും അഡ്രസ് ഇല്ലാത്ത ആൾക്കാർ. വിനിത 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.